ഞാൻ ചെയ്തെടുത്ത ഒരു വി ഷേപ്പിലുള്ള ഒരു നെക്ക് ഡിസൈനാണിത്, ഈ വൂളൻ ത്രെഡ് കൊണ്ട്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം കാണിച്ചു തരാം. ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ കളറുള്ള നൂലാണ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. അപ്പോൾ ആദ്യം ചെയിനിടുക. ഈ നെക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ 200 ചെയിനിട്ട് വയ്ക്കണം. ഒരു വി മാരിയുടെ ഒരു നെക്ക് ഡിസൈൻ. അപ്പോൾ അതിനെക്കൊണ്ട് ചെയിന് കൂടുതൽ വേണം. ചെയിന് കൂടുതലിട്ട് വെച്ചിട്ട് വേണം തയ്ക്കണമെങ്കിൽ. അത് ചെയിനിട്ടേക്ക് 200 ചെയിനിട്ടേക്ക്. ഞാൻ ഇതേമാതിരി 200 ചെയിനിട്ട് വെച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരിക. അതെങ്ങനെ വരുന്നത്? ഇവിടെ ഞാൻ ഇവിടെ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക, 3 ചെയിന്. അപ്പോൾ അതിങ്ങനെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ അങ്ങനെ ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഒന്നിൻ്റെ മുകളിൽ മാത്രം 2 ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അതുവരെ ഇതിൻ്റെ പകുതി വരെ ഇതേമാതിരി ചെയ്തെടുക്കണം. ഇതുവരെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്ത് കൊണ്ടുവരാം. ബാക്കി പിന്നെ ചെയ്യാം. ഇവിടെ അതുവരെ അതേമാതിരി ഞാനിവിടെ പകുതി വരെ ചെയ്തെടുത്ത് കൊണ്ടുവന്നു. അല്ലേ, ഇവിടെ എത്തുന്ന സമയത്ത് അങ്ങനെ വന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് വീണ്ടും ആ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുത്ത് ഉണ്ട്. പിന്നെ ഒരു ചെയിനിട്ടിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇനി വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തു. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിങ്ങനെ വളഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് സാധാരണ മാതിരി തന്നെ ഈ അറ്റം വരെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതങ്ങനെ വന്നു ക്രോസായിട്ട് വി സ്ട്രൈപ്പിൽ വന്നു ഷേപ്പിൽ വരും. അതിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് സാധാരണമായി തന്നെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഈ ഷേപ്പ് വന്നിട്ടുണ്ട്. ഈ വീനസ് ഇനി ഇത് ഈ അറ്റം വരെ ഇതേമാതിരി തന്നെ ഡബിൾ ക്രോഷ്യ ഇവിടെയും ചെയ്യാണ്ട് കഴിഞ്ഞിട്ട് കാണിച്ചത്. അങ്ങനത്തെ ഷേപ്പ് ചെയ്ത മാതിരി തന്നെ ഈ സൈഡിലും വരണം. അപ്പം അതേമാതിരി ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. ഈ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്തിട്ട് ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് അതിനോട് കൂടി ജോയിൻ്റ് ആവും. അപ്പോൾ ഇവിടെ അങ്ങനെ അതേമാതിരി വന്നിട്ടുണ്ട്. അടുത്തതിന് സ്റ്റിച്ച്. അപ്പോൾ അതേമാതിരി വി ഡിസൈനിൽ വന്നത് കണ്ടോ, അതേമാതിരി വരും. വീനക്കാണിത്. ഞാനൊക്കെ റൗണ്ടല്ല ചെയ്യാറുള്ള, അപ്പോൾ ഒരു വ്യത്യാസമായിട്ട് ചെയ്യാൻ വീനൊക്കെ വരും. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ചെയ്തെടുത്തില്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ ഇനി ഇതേമാതിരി തന്നെ ഈ ഷേപ്പ് തന്നെ ഇവിടെ വരണം, അത് മാറാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഒരു ഇതന്നെ ചെയ്തെടുക്കുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിനെക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക.
അപ്പോൾ അവിടെ അങ്ങനെ 2 ഡബിൾ ക്രോഷേ അങ്ങനെ വന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഓരോന്നിൻ്റെ മുകളിലൊന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് ഒരു ചെയിൻ ഇടും ഇവിടെ നിന്ന്. ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഒരു ബോക്സ് വാരി വരത്തൊക്കെ ചെയ്തിട്ട് ഒരു ചെയിന് പോരാ, 2 ചെയിന് വേണം. 2 ചെയിനിടണേ. ഇട്ടിട്ട് ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. കണ്ടോ, ഇതേമാതിരി വരും. വീണ്ടും 2 ചെയിനിടുക. ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ ഈ സൈഡ് വരെ ചെയ്തെടുക്കുക. ഈ കോർണർ വരെ നമ്മൾ വി വെച്ച് ചെയ്തിട്ടില്ലേ, അത് വരെ ഇതേമാതിരി ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഇവിടെ എത്തിയിട്ട് ഈ കോർണറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെയിനിൻ്റെ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിനുണ്ട്. 2 ചെയിൻ ഇവിടെ ഒരു ചെയിൻ നമ്മളിട്ട് വെച്ചിട്ടില്ല. ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നു. ഇവിടെ 2 ചെയിനുണ്ട്. ചെയിനിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തു. അങ്ങനെയുണ്ട്. ഇതിൻ്റെ മുകളിലല്ല, ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ഉണ്ട്. ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ചെയ്തെടുക്കും. അപ്പോൾ അതാ ഈ ഷേപ്പ് വന്നു. ഇവിടെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ 2 ചെയിൻ ഇട്ടിട്ട് ഓരോ ഡബിൾ ക്രോഷേ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ചെയ്തിട്ട് ഇത്തിരി കുത്തുന്നുണ്ടാവും. ഇത്തിരി കുത്തുന്നു. ഇതേമാതിരി ഇവിടെ കോർണർ വി ഷേപ്പിൽ ഇതേമാതിരി തന്നെ ഇവിടെ ചെയ്ത മാതിരി തന്നെ ഓരോ ഡബിൾ ക്രോഷേ ചെയ്ത് കണ്ണി വിട്ട് ചെയ്തെടുക്കുക. അതുവരെ ചെയ്തെടുത്ത് ഈ കോർണർ ഇതേമാതിരി ചെയ്തു. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്താൽ ഈ നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ നെക്കിൻ്റെ വർക്ക് അപ്പോൾ അടുത്ത എങ്ങനെയാണ് ചെയ്യാനൊക്കെ ഇവിടെ ഞാനൊരു ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ അടുത്ത ഇതിൻ്റെ അകത്ത് 5 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. അഞ്ച് ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് ഒരു ചെയിനുണ്ട്. ഇത് ചെയിൻ ഇട്ടിട്ട് ഈ ബോക്സ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷേ കൊടുത്ത് ഇതേമാതിരി വന്നു. ഇനി അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ഒരു 5 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 2 5 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട്
ഒരു ചെയിനിട്ടിട്ട് ഇതിൻ്റെ അടുത്തതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി വരും. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ ഈ കോർണറിൽ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്തുമ്പോൾ ആ വരെയും ചെയ്തെടുക്കുക. അത് ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട് ഇതവിടെ വരെ എത്തി കോർണർ. ഇനി ഇവിടെ ചെയ്യുന്ന വിധം ഇവിടെ അതിൻ്റെ ബോക്സ് ഇട്ടത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെയിനിട്ടുള്ളതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ചെയ്തെടുക്കുക. 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തിട്ട് ഇതിൽ ചെയിനിട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ചെയ്ത് കൊടുക്കണം. ഇത് ചെയിനിടുക. ഇത് ചെയിനിട്ടിട്ട് ഇവിടെ ഇതേമാതിരി തന്നെ 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇത് ചെയിനിട്ട് ഇതിനോട് കൂടി ജോയിൻ്റ് ആവും. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കിയത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഈ ഇതിൻ്റെ മുകളിൽ ഒരു ചെയിന് വിടണേ. ഇതിട്ടിട്ട് ഇതവിടെ ചെയ്തെടുക്കുക. 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 5 ഡബിൾ ക്രോഷ്യ. ഇത് ചെയിനിട്ട് ഇതിനോട് കൂടി ഇത് കട്ടായി ഇതിനോട് കൂടി ജോയിൻ്റ് ആക്കി. അവിടെ അതേമാതിരി ഇതിൻ്റെ മുകളിൽ ഈ സൈഡൊക്കെ ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അതേ ഷേപ്പ് വരും. ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് ഇതവളെ കഴിഞ്ഞ് ഈ നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഇട്ടാൽ